പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചുരിദാറിൻ്റെ നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഇത് രണ്ട് മടക്കാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് ലെവലാക്കി എടുക്കാം. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 7.5 ഇഞ്ചാണ് വേണ്ടത്. അന്ന് അടയാളപ്പെടുത്താം. പുറത്തേക്ക് ഒന്ന് അടയാളപ്പെടുത്താം. ഇനി ഒന്നിങ്ങോട്ട് വരയ്ക്കാം. ഇറക്കം നമ്മൾ 7.5 ഇഞ്ച് അടയാളപ്പെടുത്തി വന്നു. ഇനി നമുക്ക് അകലം 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തേണ്ടത്. ഒന്ന് താഴേക്ക് വരയ്ക്കാം. നമ്മൾ താഴേക്ക് വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. നമ്മൾ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാണ് നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വരച്ചിരുന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓരോ ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്താം. നമുക്കിതൊന്ന് താഴേക്ക് വരയ്ക്കാം. ഈ ഭാഗം ഒന്ന് വരയണം. അപ്പം നമ്മുടെ മാർക്കിങ് കഴിഞ്ഞാണ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈ മുകൾ ഭാഗം കൊണ്ട് വെട്ടിക്കളയണം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തണം. ക്യാൻവാസ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ചുറ്റിലൊന്ന് അടിച്ച് വരാം. ഇത് ഒട്ടിച്ചത് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തയ്ച്ചെടുത്തിട്ടുണ്ട്. ഒട്ടിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ചിലത് അങ്ങനെ ഒട്ടില്ല. ഇത് ഉള്ളിലേക്ക് കൊടുക്കണമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മുകൾ ഭാഗം ഒന്ന് നമുക്ക് ലെവലാക്കി എടുക്കണം. ഇതൊന്ന് ഒരുപോലെ വെട്ടിയെടുക്കാം. ഈ ഭാഗം നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്. നമ്മളിത് തുണിയിൽ പതിപ്പിച്ചെടുക്കുമ്പോൾ തുന്നൽ തുമ്പ് വിട്ടിട്ട് വേണം നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കാൻ. 1/4 ഇഞ്ച് തുന്നൽ തുമ്പ് നിർത്തണം. അപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഭാഗത്തും അതേപോലെ ഈ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് മടക്കി അടിക്കണം. ഇതേപോലെ മടക്കി അടിക്കണം. അങ്ങനെ ചുറ്റിനും നമ്മളിത് മടക്കി അടിച്ചിട്ടുണ്ട്. ചെയ്ത ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ അധികം നിൽക്കുന്നുണ്ടാവും. അതൊക്കെ വെട്ടിക്കളയണം. അതൊക്കെ നമ്മളിങ്ങനെ വെട്ടിക്കളയണം. അപ്പോൾ നമ്മളിത് മടക്കി അടിച്ചണം. ഇനി നമുക്ക് പിന്നെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നടുഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. നമുക്കിതൊന്ന് വരയാം. നമ്മളിതിൻ്റെ നടുഭാഗം ഇതാ അടയാളപ്പെടുത്തിയാണ്. തുണിയിൽ ഇതേപോലെ അടയാളപ്പെടുത്തണം. ഇത് നമ്മൾ ലൈനിങ് പിടിപ്പിച്ചതാണ്. നമുക്കിങ്ങനെ ഒന്ന് മടക്കാം. ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ നടുഭാഗം നോക്കണം. നമ്മളിത് 2 മടക്കാക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ 2 മടക്കാക്കിയാണ്. ഇനി ഇതിൻ്റെ ഇവിടെ നിന്നൊന്നിങ്ങനെ താഴേക്ക് വരഞ്ഞു കൊടുക്കാം. നമ്മൾ നടുവെന്ന് വരഞ്ഞുള്ളൂ. ഇനി ഇത് മറിച്ചാൽ നമുക്ക് നടുഭാഗം കിട്ടും. ഇനി നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അടി കൊടുക്കാം. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇങ്ങോട്ട് താഴോട്ടും അടിച്ചെടുക്കാം. അതിങ്ങനെ തയ്ച്ച് വരണം. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് ഇവിടെ കൊണ്ടൊന്ന് കുത്തി നിർത്തണം. ഇവിടെ കൊണ്ടൊന്ന് കുത്തി നിർത്തണം. എന്നിട്ട് അങ്ങോട്ട് തിരിച്ചെടുക്കണം. ഇപ്പം നമ്മളിത് ഇതുവരെ തയ്ച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങോട്ട് തിരിച്ച് നിർത്തണം. ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങോട്ട് അടിച്ച് വരണത് ഇതുവരെ അടിച്ച് വരണേ. എന്നിട്ട് ഇവിടെ കൊണ്ടു കുത്തി നിർത്തണം. നമ്മളിവിടെ കൊണ്ട് കുത്തി നിർത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട്
ഇതുവരെ തയ്ച്ചുകൊണ്ട് വരണം. എന്നിട്ട് ഇവിടെ കൊണ്ട് കുത്തി നിർത്തണം. അപ്പോൾ നമ്മൾ ഇതുവരെ തയ്ച്ചു കൊടുന്നു. ഇനി ഇന്ന് കൂടെ ഇങ്ങോട്ട് തിരിച്ച് നിർത്തണം. എന്നിട്ട് ഇതുവരെ കൂടെ തയ്ച്ചുകൊണ്ട് വരണം. നമ്മൾ തയ്ച്ചെടുത്തണം. 1/4 ഇഞ്ച് തുന്നത്തുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മൂലയ്ക്കൊന്ന് കട്ട് ചെയ്യണം. ഈ മൂലയിലൊന്ന് കട്ട് ചെയ്യാണ്ട്, പിന്നെ ഈ മൂലയ്ക്കൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കൊടുക്കാം. തുന്നലിൽ തട്ടരുത്. നമ്മളിവിടെ തയ്ച്ച ഭാഗം ഇതൊന്ന് അഴിച്ചെടുക്കണേ. അഴിച്ചെടുത്തിട്ട് വേണം മറിക്കാൻ. ഇത് നമ്മൾ വെറുതെ കൊടുത്ത അടിയാണ്. ഇത് നമ്മളിങ്ങനെ മറിക്കുകയാണ്. നമ്മളിങ്ങനെ മറിച്ചെടുക്കണം. ഇങ്ങനെ വരയാണ്. ഇനി നമ്മളിതിൻ്റെ സൈഡിനായിട്ട് ഒരു അടി കൊടുക്കണം. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ ഷേപ്പ് വരുന്ന ഭാഗത്ത് കുത്തി നിർത്തണേ. തയ്ച്ചെടുക്കണം. നമ്മളിത് തയ്ച്ചെടുത്തണം. ഇനി നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരടി കൂടി കൊടുക്കണം. ഇതേപോലെ തന്നെ ഷേപ്പ് വരണം. സ്കെയിൽ വെച്ച് വരഞ്ഞിട്ട് മുകളിൽ കൂടെ തയ്ച്ചാലും മതി. ഇതുപോലെ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ തയ്ച്ചാലും മതി. നമുക്കത് തയ്ച്ചെടുക്കാം. അപ്പം നമ്മളിതിൻ്റെ മുകളിൽ കൂടെ തയ്ച്ചെടുത്തോണം. അപ്പം നമ്മുടെ നെക്ക് റെഡി ആയിരുന്നു. ഈ ചോക്കട പൊടി ഒന്ന് നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ചാൽ മതി. അത് തുടച്ചാൽ പോകും. ഇത് നേരെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ നെക്ക് റെഡി ആയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് അടിക്കണം, ഷെയറും ചെയ്യണേ.